വിനേഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, ദൗത്യം തുടരുമെന്ന് പറയുമ്പോഴും അതെങ്ങനെ എന്ന കാര്യത്തിൽ ഒരു അന്തിമ രൂപരേഖയായിട്ടുണ്ടോ? പുഴയിൽ എന്തായാലും തിരച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ. രഞ്ജിത്ത്, ഇന്ന് നിലവിൽ തെരച്ചിലൊന്നും തന്നെ നടക്കുന്നില്ല, പുഴയിൽ തെരച്ചിൽ നടക്കുന്നില്ല. പക്ഷേ കരസേനയുടെ രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. കരസേന റോഡിലേക്ക് വന്നിരിക്കുന്നതും മണ്ണും കല്ലും മറ്റ് ഇതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ നദിയിൽ ഇറങ്ങിയുള്ള തെരച്ചിൽ ഇന്നില്ല. പക്ഷേ തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിങ് സംവിധാനം, അതായത് തൃശ്ശൂരിൽ നിന്ന് അതിനുള്ള മെഷീൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംഘം ഇന്ന് രാത്രിയോടുകൂടി ഇവിടെ എത്തും. അവരിവിടെ കൃത്യമായി പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും ഇത് ചെയ്യാൻ കഴിയുക. പക്ഷേ നിലവിൽ നമ്മൾ അറിയാൻ കഴിഞ്ഞത് തൃശ്ശൂരിൽ, അതായത് തൃശ്ശൂർ മണ്ണുത്തി സർവകലാശാലയിലുള്ള ഡ്രഡ്ജിങ് ഇത് കാർഷിക ആവശ്യത്തിനും മറ്റും ഉപയോഗിക്കുന്നതാണ്. ചെറിയ കുളങ്ങളും അതുപോലെ തന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. പക്ഷേ അത് ഗംഗാവലി പോലുള്ള ഒരു നദിയിൽ, വലിയ നദിയിൽ അത് നിന്നുകൊണ്ട് ഡ്രഡ്ജിങ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലുള്ളൊരു സംശയം എന്തായാലും അധികൃതർക്കുണ്ട്. എന്തായാലും ഇതിൻ്റെ ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ വിദഗ്ധ സംഘം ഇന്ന് രാത്രിയോടുകൂടി ഇവിടെ എത്തും. നാളെ ഇത് സംബന്ധിച്ചുള്ള പരിശോധനയുണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ദേശീയപാത ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ദേശീയപാതയിൽ ഇപ്പോഴും അവിടേക്ക് പ്രവേശനമില്ല. അതായത് വീണ്ടും ഇടിയാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ടാണ്, വീണ്ടും ഇടിയാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അവിടെ ഇപ്പോഴും ആ കുന്നങ്ങനെ വിണ്ടുകീറി നിൽക്കുന്ന ഒരവസ്ഥ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഗതാഗതം തുറന്നു കൊടുക്കാത്തത്. എന്തായാലും ഇന്ന് നദിയിലിറങ്ങി തെരച്ചിലില്ല. ഇനി ഒരുപക്ഷെ ഈ സംഘം ഇവിടെ എത്തി, കേരളത്തിൽ നിന്നുള്ള, തൃശ്ശൂരിൽ നിന്നുള്ള സംഘം ഇവിടെ എത്തി പരിശോധന നടത്തി ഇതിൽ ഡ്രഡ്ജിങ് നടത്താൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന നടക്കുക. പക്ഷേ അതിന് കർണാടകയുടെ സഹകരണം വേണം. കർണാടക ജില്ലാ കലക്ടർ തൃശ്ശൂർ ജില്ലാ കലക്ടർക്ക് റിക്വസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുണ്ട്. നിലവിൽ കർണാടക പറയുന്നത് വെള്ളത്തിൽ പൂർണ്ണമായും വെള്ളത്തിൻ്റെ, അതായത് ഈ ഇപ്പം നിലവിലുള്ള അടിയൊഴുക്ക് ഇത് കുറയേണ്ടതുണ്ട്. അതായത് ജലനിരപ്പ് ഇനിയും കുറയേണ്ടതുണ്ട്. ഒപ്പം തന്നെ വെള്ളത്തിലെ കലക്ക് വെള്ളമാണ്, നന്നായി കലങ്ങി മറിഞ്ഞാണ് ഗംഗാവലി ഒഴുകുന്നത്. എന്തായാലും ആ കലക്ക് കുറച്ച് കുറയേണ്ടതുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും ഇനിയൊരു രക്ഷാദൗത്യം സാധ്യമാവുകയുള്ളൂ എന്ന് തന്നെയാണ് കർണാടക പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള ഡ്രഡ്ജിങ് സംവിധാനം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അത് പ്രായോഗികമാവും എന്നുള്ളൊരു സംശയം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാർഷിക ആവശ്യത്തിന് തോടുകളും പുഴകളും, ചെറിയ ചെറിയ തോടുകളും മറ്റ് സ്ഥലങ്ങളും കുളങ്ങളും എല്ലാം തന്നെ വൃത്തിയാക്കുന്ന ഒരു സംവിധാനം മാത്രമാണത്. അത് ഗംഗാവലിയിൽ എങ്ങനെ ഇറക്കാൻ കഴിയും എന്നുള്ളത്, അത് ഗംഗാവലിയിൽ, കാരണം ടാങ്കർ പോലും ഒഴുകിപ്പോയത് നമ്മൾ കണ്ടതാണ്. ടാങ്കർ പോലും ഒഴുകിപ്പോകുന്നൊരു സാഹചര്യത്തിൽ ഇതിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ, അതിനവിടെ ഡ്രഡ്ജിങ് ചെയ്യാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള ഒരു പരിശോധനയായിരിക്കും സംഘം നാളെ നടത്തുക. വിനേഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡ്രഡ്ജിങ് യന്ത്രം എത്തുക എന്ന് പറഞ്ഞാൽ 2-3 ദിവസം, അതെങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ പോലും 2-3-4 ദിവസം കാലതാമസം ഉണ്ടായേക്കും. കാരണം തൃശ്ശൂരിൽ നിന്ന് അവിടെ എത്തിക്കേണ്ട സാങ്കേതികമായ പ്രശ്നങ്ങളടക്കം നിലനിൽക്കുകയാണ്. ഒപ്പം ഈ മറ്റ് ഏത് തരത്തിലാണ് പരിശോധന? കരസേനയുടെ പരിശോധന ഉണ്ടാകും എന്ന് പറയുന്നത് പേരിന് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണോ? ഗംഗാവലി പുഴയിലെ ഒഴുക്കിന് ഒരു ശമനം വന്നതിന് ശേഷം മാത്രം കാര്യമായുള്ള പരിശോധന തുടരാം എന്ന തലത്തിൽ തന്നെയാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? കർണാടകയുടെ ഒരു നിലപാട് അങ്ങനെ തന്നെയാണ്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്നലെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എത്രയും രക്ഷാദൗത്യം നിർത്തിവെക്കരുതെന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് രക്ഷാദൗത്യം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇനി 2 ആഴ്ച ആയിരിക്കുന്നു. അതായത് അർജുനെ കാണാതായിട്ട്, അർജുൻ കാണാമറയത്തായിട്ട് 2 ആഴ്ചയായിരിക്കുന്നു. അർജുൻ്റെ ലോറി കാണാതായിട്ട് 2 ആഴ്ചയായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല. കാരണം സമയവും അതുപോലെ തന്നെ ആളുകൾ വേണം, അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം, ഇത്തരം കാര്യങ്ങൾ സഹിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് കർണാടക എത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അർജുനെ വീണ്ടെടുക്കണം, അർജുനെ തിരിച്ചു കൊണ്ടുവരണം. കാരണം അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അർജുൻ ജീവനോടെ അല്ലെങ്കിൽ പോലും മൃതദേഹങ്ങൾ, അതായത് ഒരു ചടങ്ങിന് വേണ്ടിയുള്ള ഒരു ചടങ്ങിന് വേണ്ടിയെങ്കിലും അത് സംസ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അവരുടെ വീട്ടുകാർ പറയുന്നത്. കാരണം അവരുടെ സഹോദരി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും രക്ഷാദൗത്യം നിർത്തിവെക്കരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ കർണാടക അത്ര വൈകാരികമായി കാര്യങ്ങൾ എടുക്കുന്നില്ല. കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണയുള്ളൊരു മിസ്സിംഗ് കേസിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടും മാധ്യമങ്ങളുടെ ഇടപെടൽ ഉണ്ടായതുകൊണ്ടും മാത്രമാണ് കർണാടക ഇത്ര വരെയെങ്കിലും മുന്നോട്ട് പോയത്. അത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിർത്തിവെക്കാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ അന്ന് വീണ്ടും തുടങ്ങി. ഇന്നലെ
മൽപ്പേ സംഘം കൂടി മടങ്ങിയതോടുകൂടി കർണാടകയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ മറ്റു വഴികളില്ല. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനുള്ള ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ കൊണ്ടുവരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. പക്ഷേ അതും ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാണ്. അതിലും കർണാടക താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള MLA-മാർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഇത് എത്തിക്കഴിഞ്ഞാൽ ഇനി ഡ്രഡ്ജിങ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഈ സംഘം വന്ന് പരിശോധന നടത്തിയാൽ മാത്രമേ അറിയാൻ കഴിയൂ. ഇപ്പോൾ കേരളത്തിലെ മന്ത്രിമാരടക്കം കഴിഞ്ഞ ദിവസം അവിടെ ക്യാമ്പ് ചെയ്താണ് ഈ പ്രവർത്തനങ്ങൾക്കൊരു ചെറിയ ഏകോപനമെങ്കിലും ഉണ്ടാക്കിയത്. അവരുടെ സാന്നിധ്യം വലിയ സഹായകരമാവുകയും ചെയ്തു. MLA-മാരടക്കം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ MLA-മാർ എല്ലാവരും തിരിച്ച് കേരളത്തിലേക്ക് വന്ന ഒരു സ്ഥിതിയാണോ, അതോ ആരെങ്കിലും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? ഈ കർവാർ MLA അടക്കമുള്ളവരുമായി ചർച്ച നടത്തുന്നുണ്ടോ? കളക്ടറുടെയൊക്കെ സാന്നിധ്യമുണ്ടോ? അതോ ഏതാണ്ട് എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് കാര്യങ്ങൾ ഇനിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം തുടരാം എന്ന രീതിയിലാണോ? തീർച്ചയായും അങ്ങനെയാണ്, ഇനിയൊരു ഗ്യാപ്പ് എന്നുള്ളത്. കാരണം ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള യോഗത്തിൽ MLA-മാർ 3 MLA-മാരും പങ്കെടുത്തിരുന്നു. ആ MLA-മാർക്ക് കൃത്യമായി തന്നെ അതിൽ ഇവിടുത്തെ, അതായത് കാർവാർ MLA ആയ സതീഷ് കൃഷ്ണ സെയിലുണ്ടായിരുന്നു. അദ്ദേഹം ആണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് ഇത് രക്ഷാദൗത്യം ഒരിക്കലും നിർത്തിവെക്കുന്നില്ല, അത് മുന്നോട്ട് പോകും. പക്ഷേ നദിയിലിറങ്ങി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നദിയിലിറങ്ങിയുള്ള രക്ഷാദൗത്യം നടക്കില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അത് അംഗീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പ്രധാന കാര്യം. കാരണം പക്ഷേ അതിൽ തന്നെ രക്ഷാദൗത്യം നിർത്തിവെക്കരുത്, നദിയിലിറങ്ങിക്കൊണ്ടുള്ള രക്ഷാദൗത്യം നിർത്തിവെക്കരുത് എന്നുള്ളൊരു കാര്യം അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള MLA-മാർ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ തൽക്കാലം ഇപ്പോൾ ഈ ശക്തമായ അടിയൊഴുക്ക് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഗംഗാവലിയിൽ ഇറങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കർണാടക സ്വീകരിക്കുന്നത്. അതിനുശേഷം ഈ വെള്ളം ജലനിരപ്പ് താഴ്ന്നതിന് ശേഷം, അതുപോലെ തന്നെ മഴ കുറഞ്ഞതിന് ശേഷം, കാരണം ഇവിടെ ഓറഞ്ച് അലർട്ടാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഒരു പക്ഷേ ശക്തമായ മഴ ഇടവിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇനിയും ഇടപെട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇതെല്ലാം കണക്കിലിട്ടുകൊണ്ടാണ് നദിയിലിറങ്ങാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് കർണാടക എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള MLA-മാർ ഇതിനെ ശക്തമായി തന്നെ എതിർത്തു. എന്തായാലും രക്ഷാദൗത്യം തുടരണം, നദിയിലിറങ്ങണം എന്നുള്ളൊരു നിലപാടാണ്. അതിനാവശ്യമായ പുതിയ സംവിധാനങ്ങൾ, പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ, മറ്റ് പുതിയ ദൗത്യ രീതികൾ ഇതിനകത്ത് പ്രയോഗിക്കണം, പുതിയ ദൗത്യ രീതികൾ ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടതാണ്. അതിലാണ് പ്രധാനമാണ് ഈ ഡ്രഡ്ജിങ് എന്നുള്ളത്. പക്ഷേ ഡ്രഡ്ജിങ് എവിടെ നിന്ന് കൊണ്ടുവരും, അതിൻ്റെ യന്ത്രം എവിടെ നിന്ന്, അതിൻ്റെ മെഷീൻ എവിടെ നിന്ന് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിലായിരുന്നു സംശയം. അത് തൃശ്ശൂരിൽ നിന്ന് സംസാരിച്ചു. എന്തായാലും അപ്പോൾ ആ ടെക്നീഷ്യൻ ഇവിടെ വന്ന് ഈ പുഴയുടെ ആഴവും അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ഇതിവിടെ സ്ഥാപിക്കാൻ കഴിയുമോ, ഇതിൻ്റെ പ്രവർത്തനം നടത്താൻ കഴിയുമോ, അത് പ്രവർത്തിക്കുവാൻ കഴിയുമോ പുഴയിൽ ഇറക്കിക്കൊണ്ട് എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. പുഴയിൽ പക്ഷേ നദിയിൽ പക്ഷേ ശക്തമായ അടിയൊഴുക്ക് തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെങ്ങനെ ഈ യന്ത്രം എങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ രക്ഷാദൗത്യത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട്. ഇതിൻ്റെ വിദഗ്ധർ ഉൾപ്പെടെ ഈ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഘം നാളെ എത്തും. അതിനുശേഷം നമുക്ക് അറിയാം എങ്ങനെയാണ് ഇത് നടക്കുമോ നടക്കില്ലേ എന്നുള്ള കാര്യം. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ